നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തുടക്കത്തിൽ തന്നെ ആഞ്ഞടിച്ച് വേനൽ മഴ. ചിറ്റാരിക്കാലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം. പഴയങ്ങാടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും BJPയും ചേട്ടൻ ബാബയും അനിയൻ ബാബയുമാണെന്ന് സുഭാഷിണി അലി. ഇന്ത്യയെ ഭ്രാന്താലയമാക്കാനാണ് BJPയുടെ ശ്രമമെന്ന് VM സുധീരൻ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്നത് BJPയുടെ വ്യാമോഹമെന്നും മാതമംഗലത്ത് സുധീരൻ. നഗരഹൃദയത്തിലുള്ള സർക്കാർ ഭൂമി മാലിന്യ സംഭരണ കേന്ദ്രമാകുന്നു. പയ്യന്നൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്നാണ് മാലിന്യം തള്ളി ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പാവപ്പെട്ട ഒരു പെൺകുട്ടി പിച്ച് ചീന്തപ്പെട്ടിട്ടും ദിവസങ്ങളോളം ഭരണകൂടം മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേരളത്തിന് അപമാനമാണെന്ന് പ്രമുഖ നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര. വാർത്തകൾ വിശദമായി. വേനൽ മഴ വരവറിയിച്ചത് അതിശക്തമായി. ചിറ്റാരിക്കാലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും താറുമാറായി. മഴയ്ക്കു വേണ്ടി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കർഷകർക്ക് ലഭിച്ചത് ഇരുട്ടടിയാണ്. കാറ്റിലും മഴയിലും നിരവധി റബ്ബർ മരങ്ങൾ, വാഴകൾ, തെങ്ങ്, മറ്റുമരങ്ങൾ എന്നിവ നശിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5:30 സംഭവം. ഇടിയോടെയും കനത്ത കാറ്റോടെയും പെയ്ത മഴയിൽ ചിറ്റാരിക്കാൽ ഗോക്കടവിലെ വലിയ കുന്നിൽ ജിമ്മിയുടെ നിരവധി റബ്ബർ മരങ്ങൾ, വാഴകൾ എന്നിവ നശിച്ചു. തട്ടുങ്കൽ കുര്യാക്കോസിന്റെ മോട്ടോർപുര, 20ഓളം റബ്ബർ മരങ്ങൾ, തെങ്ങ് എന്നിവ കാറ്റിൽ നിലംപൊത്തി. കുര്യാക്കോസിന്റെ വലിയ താന്നിമരം കടപുഴകി വീണാണ് മോട്ടോർപുര തകർന്നത്. വെള്ളടുക്കം ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ചിറ്റാരിക്കാലിനടുത്ത് പുളിയിലും വ്യാപക കൃഷിനാശമുണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. BJPക്കെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. കാണാം പോളിംഗ് 2016. കോൺഗ്രസും BJPയും ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. പഴയങ്ങാടിയിൽ LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. What is BJP saying in Patambi? We will not allow Mohsin to win. What will you do? We have got a plan. Before 16th May, slowly, we will shift our vote to UDF. So this is Veliatan and Cheriatan. Where you are strong, I will help you. Where you are strong, I will help you. This is their relationship. This is what we have to understand. ഉമ്മൻചാണ്ടി ഭരണത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്ത്രീകളുടെ മാനത്തിന് ഇവിടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒറ്റക്കെട്ടാണ്. ഇവർ ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണെന്ന് CPM PB അംഗം സുഭാഷിണി അലി പറഞ്ഞു. V വിനോദ് അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, OV നാരായണൻ, PP ദാമോദരൻ, K പത്മനാഭൻ, സുഭാഷ് അയ്യോ, T ഹംസഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇന്ത്യയെ ഭ്രാന്താലയമാക്കാനാണ് BJPയുടെ ശ്രമമെന്ന് VM സുധീരൻ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്നത് BJPയുടെ വ്യാമോഹമെന്നും സുധീരൻ. മാതമംഗലത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPMന് സാധിക്കും. കേരളത്തിൽ പഴയകാലത്ത് ബംഗാൾ എന്ന് പറയാം. ഇപ്പം ബംഗാളിലും കോൺഗ്രസ് ഇല്ലാതെ രക്ഷയില്ല. പിന്നെ ത്രിപുരയിലാണ്. ദേശീയ തലത്തിൽ BJPയെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തത്തക്ക എന്തെങ്കിലും ശക്തി CPMനുണ്ടോ? വർഗീയ ഫാസിസത്തെ അഴിഞ്ഞാടാനാണ് മോദി സർക്കാർ തണൽ നൽകുന്നത്. ഗാന്ധിജിയെപ്പോലും നിന്ദിച്ച് നാഥുറാം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. വാജ്പേയി, അദ്വാനി, മോദി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം. എന്നാൽ പുതിയ കുറേ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ BJPയെ നിയന്ത്രിക്കുന്നതും അത്തരക്കാരാണ്. VM സുധീരൻ പരിഹസിച്ചു.
ഇത്തരത്തിൽ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിക്കും കേരളത്തിൻ്റെ മണ്ണിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കില്ല. അതൊക്കെ അത്തരക്കാരുടെ വെറും സ്വപ്നം മാത്രമാണ്. അക്കൗണ്ട് തുറക്കാമെന്നുള്ള വ്യാമോഹവുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ അവരുടെ പണക്കൊഴുപ്പ് കാണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും VM സുധീരൻ തുറന്നടിച്ചു. യോഗത്തിൽ TP മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, ജോമോൻ, UDF സ്ഥാനാർത്ഥികളായ സാജിദ് മൗവൽ, അമൃത രാമകൃഷ്ണൻ എന്നിവരും ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരും യോഗത്തിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂരിൽ പണം വേട്ട തുടരുന്നു. കോത്തായിമുക്കിൽ നിന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡ് അനധികൃത പണം പിടിച്ചെടുത്തു. മാത്തിൽ സ്വദേശിയുടെ വാഹനത്തിൽ നിന്നാണ് സംഘം 2 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ പയ്യന്നൂരിൽ നിന്നും അനധികൃത പണം വേട്ട തുടരുന്നു. ഇത് 3-ാം തവണയാണ് ഫ്ലൈയിംഗ് സ്ക്വാഡ് മതിയായ രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ വാഹനത്തിൽ നിന്നും കണ്ടെടുക്കുന്നത്. മുന്നറിയിപ്പുകളും ബോധവൽക്കരണവും നടത്തിയിട്ടും രേഖകളില്ലാതെ പണം വാഹനങ്ങളിൽ കടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മാത്തിൽ സ്വദേശിയുടെ കാറിൽ നിന്നും 2 ലക്ഷം രൂപയാണ് കോത്തായിമുക്കിൽ നടത്തിയ പരിശോധനയിൽ സംഘം പിടിച്ചെടുത്തത്. അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഓഫീസർ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ പടന്ന പഞ്ചായത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മൂസ ഹാജിമുക്കിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ പടന്ന പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഉദനൂർ സെൻട്രലിൽ ലീഗ് ജില്ലാ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. PC മുഹമ്മദ് അലി അധ്യക്ഷനായി. PK ഫൈസൽ, KM ഷംസുദ്ദീൻ ഹാജി, VKP ഹമീദ് അലി, KP പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പരത്തിച്ചാൽ, കിനാത്തിൽ, എടച്ചാക്കൈ, മുള്ളോട്ടുകടവ്, കൊക്കാൽക്കടവ്, തെക്കേക്കാട്, കാവുന്തല, കാന്തലോട്ട്, ഓരിമുക്ക്, ഓരി, വടക്കേപ്പുറം, പഴയ ബസാർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മൂസ ഹാജിമുക്കിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം PV മുഹമ്മദ് അസ്ലം, VV കൃഷ്ണൻ, TS നജീബ്, PSA റഹ്മാൻ, CK താജുദ്ദീൻ, നിഷാം പട്ടേൽ എന്നിവർ അനുഗമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കരിവള്ളൂർ പെരളം പഞ്ചായത്ത് തല കുടുംബസംഗമം കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പാവപ്പെട്ടവർ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TA മധുസൂദനൻ പറഞ്ഞു. അനുഭവങ്ങളിൽ മഹാഭൂരിപക്ഷവും നമുക്ക് ജീവിതത്തോട് കുറേ കൂടി സ്നേഹവും പ്രേമവും തോന്നിപ്പിക്കുന്ന നിലയിലുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങൾ. ഇന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊന്നും നമ്മുടെ ഓർമ്മയിലേക്ക് കൊടുത്തിടണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ഈ അതിക്രമവാഴ്ചയ്ക്ക് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അപ്യാൽ രാഘവൻ അധ്യക്ഷനായി. PN രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. EP കരുണാകരൻ, KU രാധാകൃഷ്ണൻ, C ഗോപാലൻ, UV രാമചന്ദ്രൻ, P കുഞ്ഞികൃഷ്ണൻ, PV പ്രദീപൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി C കൃഷ്ണനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ യോഗം തീരുമാനമെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സാജിദ് മൗവലിന്റെ പര്യടന പരിപാടി പുരോഗമിക്കുന്നു. ബുധനാഴ്ച രാവിലെ മാതമംഗലത്ത് നിന്ന് ആരംഭിച്ച പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. 11 മണിയോടെ പെരുവാമ്പ ജംഗ്ഷനിലെത്തി സ്ഥാനാർത്ഥി നാട്ടുകാരോടും കച്ചവടക്കാരോടും വോട്ടഭ്യർത്ഥിച്ചു. തുടർന്ന് പെരുവാമ്പ സ്റ്റോപ്പിലെത്തിയ ബസ്സിൽ കയറി യാത്രക്കാരോടും സ്ഥാനാർത്ഥി വോട്ട് തേടി. ഇങ്ങനെയുള്ള റോഡുകളൊന്നും ഇന്ന് കേരളത്തിനകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അതിലൊന്നാണ് പയ്യന്നൂർ. ഗതാഗത സൗകര്യമുള്ള പയ്യന്നൂരിൽ ടൗണിൽ 1 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ എടുക്കണം. കുടിവെള്ളമില്ല പയ്യന്നൂരിൽ, റോഡില്ല, കുടിവെള്ളമില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല പയ്യന്നൂരിൽ. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ അസീസ് അധ്യക്ഷത വഹിച്ചു. സജീർ ഇക്ബാൽ, ലളിത ടീച്ചർ, AP നാരായണൻ, NV മധുസൂദനൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു.
ഇലക്ഷൻ ഓർമ്മകൾ. അരനൂറ്റാണ്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ് കരിവള്ളൂർ കുണിയനിലെ കുമാരൻ മാസ്റ്റർക്ക് പറയുവാനുള്ളത്. തെരഞ്ഞെടുപ്പ് ചിഹ്നം ഒട്ടിച്ചു വെച്ച പെട്ടിയുടെ നടുവിൽ പെട്രോമാക്സ് കത്തിച്ചു വെച്ച് നടത്തിയ ജാഥ കുമാരൻ മാസ്റ്ററുടെ മനസ്സിൽ ഇന്നും ചൂടുപിടിച്ചു നിൽക്കുന്നു. അരനൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിൻ്റെ ചില തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്കാണ് കുണിയൻ തെക്കിലെ കെ കുമാരൻ മാസ്റ്റർ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്നത്തെ കാലത്ത് ഓരോ മത്സരിക്കുന്ന കാൻഡിഡേറ്റിനും ചിഹ്നങ്ങളാണ് അവരുടെ പെട്ടിക്ക് മുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ ചിഹ്നം നോക്കിയിട്ട് വേണം വോട്ട് രേഖപ്പെടുത്താൻ. അപ്പോൾ ഈ ചിഹ്നം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അക്കാലം പ്രതീക്ഷകളുടെയും ആവേശത്തിൻ്റേതുമായിരുന്നു. ചിഹ്നങ്ങൾ പ്രധാനമായും കൃഷിയെയും കാർഷിക വൃത്തിയെയും ബന്ധപ്പെടുത്തിയുള്ളതായിരുന്നു. അത് അക്കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതുമായിരുന്നു. തങ്ങളുടെ ചിഹ്നം ഒരു പെട്ടിക്ക് ചുറ്റും പതിക്കും. പെട്ടിയുടെ നടുവിൽ പെട്രോമാക്സ് കത്തിച്ച് വെച്ച് ഒരാൾ ഇത് തലയിലേന്തി പ്രകടന ജാഥയുടെ മുമ്പിൽ നടക്കും. പിറകെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൃഷിക്കാരും കർഷക തൊഴിലാളികളും. കൗതുകത്തിന് കുട്ടികളും കൂടെ കൂടും. മെഗഫോൺ ഉപയോഗിച്ച് ഒരാൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കും. തുടർന്ന് എല്ലാവരും ഇത് ഏറ്റുവിളിക്കും. ഇടവഴികളിൽ കൂടിയായിരിക്കും യാത്ര. ഗ്രാമീണർ ഒന്നടങ്കം ഈ കാഴ്ച കാണാൻ ഇടവഴികൾക്കരികിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. പ്രധാനപ്പെട്ട ജാഥകൾക്ക് മുമ്പിലൊക്കെ നമ്മുടെ നേതാക്കന്മാർ അവർ മിക്കവാറും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരായിരിക്കും ജാഥ നയിക്കുന്നുണ്ടാവും. എൻ്റെ കൂട്ടത്തിൽ അവർ പാട്ടുകൾ പാടും. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പൊന്നരി വാള് മറക്കരുതേ, എല്ലാവർക്കും ജോലിയും ജീവിക്കാൻ കൂലിയും ഉണ്ടാക്കാൻ പോരിനായി പോരില്ല സഹോദര തുടങ്ങിയ പാട്ടുകൾ അട്ടത്തോട്ടക്കെട്ട ഭാഷ പോലെ ആളുകൾ വളരെ ഭംഗിയായിട്ട് നീട്ടി ചൊല്ലുകയും ഒന്നിച്ചുള്ള കൃഷിക്കാരും കർഷകത്തൊഴിലാളികളും കുട്ടികളൊക്കെ അത് ഏറ്റുപാടുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സീനാണ് എൻ്റെ മനസ്സിൽ അക്കാലത്തെ ഇലക്ഷൻ ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്നത്. 1952 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോൻ ജയിച്ചു എന്നും പറഞ്ഞ് കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി. ഇന്നത്തെ പോലെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമല്ലാതിരുന്ന ആ കാലത്ത് ഒരു തെറ്റായ വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രകടനം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായി അട്ടത്തോട്ടര കൃഷ്ണൻ മാസ്റ്റർ ഒരു മാവിൻ്റെ ഉച്ചിയിൽ കയറിയിരുന്ന് മെഗഫോണിൽ കൂടി കൊലയാളി മന്ത്രി 10,000 വോട്ടിന് തോറ്റുപോയി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും കുമാരൻ മാസ്റ്ററുടെ ഓർമ്മകളിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. പൊട്ടിപ്പോയി മാധവ മേനോൻ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. തോറ്റ് തൊപ്പിയിട്ട കോൺഗ്രസ്സുകാർ പറയുന്ന പെരുന്നുണ വിശ്വസിക്കരുത്. മാധവ മേനോൻ 10,000 വോട്ടിന് വയനാട്ടിൽ തോറ്റിരിക്കുന്നു എന്ന് അദ്ദേഹം ഉജ്ജ്വലമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളും വളരെ ആവേശത്തിൽ കൈയടിച്ചതും അതൊന്നും ഞാൻ ഓർക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം തെരുവു നാടകവുമായി DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന നാടകം കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പെന്നാൽ വോട്ടെടുപ്പ് മാത്രമല്ല, രാഷ്ട്രീയ ആശയപ്രചരണം കൂടിയാണ്. ഇതിന് നാടകവും ഒരു പ്രചരണായുധമാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് DYFI പെരിങ്ങോം ഏരിയ കമ്മിറ്റി തെരുവ് നാടകവുമായി രംഗത്തെത്തുന്നത്. മൺമറഞ്ഞുപോയ രക്തസാക്ഷികൾക്ക് വിപ്ലവാഭിവാദനം അർപ്പിച്ചുകൊണ്ടാണ് പ്രച്ഛന്നവേഷം എന്ന് പേരിട്ടിരിക്കുന്ന ഈ തെരുവ് നാടകം ആരംഭിക്കുന്നത്. ജീവിതവും വേഷം കെട്ടലും തമ്മിൽ തിരിച്ചറിയുവാനാകാതെ പോകുന്ന പുതിയ കാല സമൂഹം, ഇവരുടെ മുമ്പിലേക്ക് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നാടകം തുറന്നിടുന്നത്. വർഗീയത, വിലക്കയറ്റം, കൂലിയും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും തമ്മിലുള്ള അന്തരം, ഞെരിഞ്ഞമരുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതങ്ങൾ എല്ലാം ഇവിടെ ചർച്ചയാവുന്നു. ഒരു തെരുവ് നാടകത്തിൻ്റെ അനന്ത സാധ്യതകളെല്ലാം ഈ നാടകത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കുന്നവർക്ക് ഇത് നാടകമല്ല, ജീവിതം തന്നെയാവുകയാണ്. കഴിഞ്ഞ 5 വർഷം UDF ഭരണം താണ്ഡവമാടിയ രംഗങ്ങളിലൂടെ കടന്നുപോകുന്ന നാടകം തകർന്നുപോയ ആരോഗ്യ സാമ്പത്തിക മേഖലകളുടെ ചിത്രം കൂടി വരച്ചു കാണിക്കുന്നു. നാരായണൻ കോക്കാട് രചന നിർവഹിച്ചിരിക്കുന്ന ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രദീപ് മണ്ടൂരാണ്. DYFI പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് അഭിനേതാക്കളായി എത്തുന്നത്. മികച്ച കലാകാരന്മാർ കൂടിയാണ് തങ്ങളെന്ന് ഈ നാടകത്തിലെ അഭിനയം വെളിവാക്കുന്നു. അഡ്വക്കേറ്റ് സീതിൻ്റെ മേൽനോട്ടത്തിലൊരുങ്ങുന്ന നാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുമെന്നുറപ്പ്.
നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഡയലോഗ് ഫോറം പയ്യന്നൂർ സൗത്ത് തെരഞ്ഞെടുപ്പ് സംവാദം സംഘടിപ്പിച്ചു. മഹാദേവ ഗ്രാമത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. 21,060 കോടി രൂപയുടെ നികുതി ഭാരം ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. LDF സംസ്ഥാന തലത്തിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയും പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വികസന രേഖയുമാണ് സംവാദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. രാജമോഹൻ നീലേശ്വരം, ഡോക്ടർ M ഹരിദാസ്, PM ഉണ്ണികൃഷ്ണൻ അടിയോടി, രാഘവൻ കടന്നപ്പള്ളി, CP ശുഭ, TI മധുസൂദനൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. PK സുരേഷ് കുമാർ മോഡറേറ്ററായിരുന്നു. M പ്രസാദ് സ്വാഗതം ആശംസിച്ചു. പാവപ്പെട്ട ഒരു പെൺകുട്ടി പിച്ച് ചീന്തപ്പെട്ടിട്ടും ദിവസങ്ങളോളം ഭരണകൂടം മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേരളത്തിന് അപമാനമാണെന്ന് പ്രമുഖ നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര നെറ്റ്വർക്ക് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് പറയാനുള്ളത്, ഇതിന് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ആളുകളോട് പങ്കുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ മണ്ണ് അതിൻ്റെ വേറാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാര്യം ഇത് നാളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺകുട്ടികളുടെ നമ്മുടെ കുടുംബജീവിതങ്ങൾക്ക് ഇത് കിടക്കുന്നത്. എന്നെപ്പോലെയൊക്കെയുള്ള ഒരു സാധാരണ നാടക പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ഒരു മുഹമ്മദ് പേരാമ്പ്ര എന്നൊക്കെ പറയുന്ന എൻ്റെ കുടുംബത്തിൽ പെൺകുട്ടികളൊക്കെ ഉണ്ട്. നമുക്കൊരു കവചം കെട്ടിക്കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇനി നമുക്ക് നമ്മുടെ മക്കളെ എങ്ങോട്ട് പോകുന്നു? കങ്കാരു കുട്ടിയും കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയി വരുന്ന കുടുംബങ്ങൾ മക്കളെയും. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ മരണം നടന്ന് ദിവസങ്ങളോളം ഭരണകൂടം ഒളിപ്പിച്ചു വെച്ചത് നാടിന് അപമാനമാണ്. പെൺകുട്ടികൾക്ക് സംരക്ഷണമില്ലാത്ത ഒരു നാടായി മാറിക്കഴിഞ്ഞോ നമ്മുടെ കേരളം? ഡൽഹിയിൽ നടന്ന കൊലപാതകത്തിലും വലിയ ക്രൂരതയാണ് ഇവിടെ നടന്നത്. പൈശാചികമായ കൊലപാതകം നടന്നിട്ടും ഭരണകൂടത്തിന് വിണ്ടാട്ടമില്ല. സംഭവത്തിൽ കേരളം തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. കൊലപാതകത്തിന് നേതൃത്വം നൽകിയ നരാധമന് യാതൊരു പരിഗണനയും നൽകാതെ ക്രൂരമായ ശിക്ഷ തന്നെ നൽകണമെന്നും മുഹമ്മദ് പേരാമ്പ്ര പറഞ്ഞു. അറേബ്യ രാജ്യമായ സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹിന്ദു ഐക്യവേദി ഹോസ്ദുർഗ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മാറാട് അനുസ്മരണ ദിനം മതഭീകരത വിരുദ്ധ ദിനമായി ആചരിച്ചു. ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ രക്ഷാധികാരി സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു. പോകുന്ന അതിനെത്രയോ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഏതാനും ദശകങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം കൂടിക്കൂടി വരുന്നത്. ഒരു ഭാഗത്ത് മാറാട് കൂട്ടക്കൊല തികച്ചും ആസൂത്രിത സംഭവമായിരുന്നു. 13 വർഷം പിന്നിട്ടിട്ടും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്തത് കേരളം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളുടെയും ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ബാലൻ കുന്നുമ്മൽ അധ്യക്ഷനായി. ഗണേഷ് പാറക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. BDJS ജില്ലാ പ്രസിഡന്റ് TV ഷിബിൻ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നഗരഹൃദയത്തിലുള്ള സർക്കാർ ഭൂമി മാലിന്യ സംഭരണ കേന്ദ്രമാകുന്നു. പയ്യന്നൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്നാണ് മാലിന്യം തള്ളി ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. വില്ലേജ് ജീവനക്കാരും ഇവിടെ എത്തുന്നവരും മൂക്കുപൊത്തി നിൽക്കേണ്ട ഗതികേടിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് RI ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഈ ഓടുമേഞ്ഞ പഴയ കെട്ടിടമാണ് പിൽക്കാലത്ത് വില്ലേജ് ഓഫീസായി മാറ്റിയത്. ജീർണത മൂലം മഴക്കാലത്ത് ഫയലുകൾ നനയാനും കെട്ടിടം തകരാനും തുടങ്ങിയപ്പോൾ പുതിയ കെട്ടിടം ഉണ്ടാക്കണമെന്ന മുറവിളി ഉയർന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായാണ് 18 സെന്റ് സ്ഥലത്തുള്ള പഴയ കെട്ടിടത്തിന്റെ സമീപത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് വില്ലേജ് ഓഫീസ് പ്രവർത്തനം അതിലേക്ക് മാറ്റിയത്. വില്ലേജ് ഓഫീസ് അമ്പലം റോഡരികിലായി നിൽക്കുന്ന പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര ദ്രവിച്ച് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകും വിധം ഓടുകൾ റോഡിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. കെട്ടിടം ശോച്യാവസ്ഥയിലായതിനാൽ പൊളിച്ചു മാറ്റുന്നതിന് നീക്കമുണ്ടായെങ്കിലും ഫലമുണ്ടായില്ല. ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച തുകക്ക് കെട്ടിടം പൊളിച്ചു നീക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇടിഞ്ഞു വീഴാറായ പഴയ കെട്ടിടത്തിന്റെ കിഴക്കുഭാഗം ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നഗരത്തിലെത്തുന്ന വാഹനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കൂടുകളിൽ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടേക്ക് വലിച്ചെറിയുകയാണ്. മദ്യക്കുപ്പികളും നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് തൊട്ടടുത്ത വില്ലേജ് ഓഫീസിനെ ദുർഗന്ധത്തിലാക്കിയിരിക്കുന്നത്. പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കും വഴിയാത്രക്കാർക്കും മാലിന്യ നിക്ഷേപം വലിയ ദുരിതമാണ് വിതക്കുന്നത്. അപകടത്തിലായ കെട്ടിടം പൊളിക്കുന്നതോടൊപ്പം മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൊടുംവേനലിലും വറ്റാതെ മാടായി വടുകുന്ത തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് 150 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വടുകുന്ത മാടായി പാറയിലെ ജീവജാലങ്ങൾക്കും ദാഹജലം പകർന്നു നൽകുന്നു.
ഇത് ചരിത്രപ്രസിദ്ധമായി മാടായിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന വടുകുന്ത തടാകം. സമുദ്രനിരപ്പിൽ നിന്നും 150 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴും വടുകുന്ത തടാകം വറ്റാതെ ജീവജാലങ്ങൾക്ക് തെളിനീർ നൽകുന്നു. മാടായി വടുകുന്ത ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വേനൽക്കാലത്ത് മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ആശ്വാസമാവുകയാണ്. ഇതിനു സമീപത്തെ മരങ്ങളിൽ വേനൽക്കാലത്ത് പരുന്തുകളും മറ്റും ചേക്കേറുന്നതും കാണാൻ സാധിക്കും. സമീപ പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ വറ്റാതിരിക്കാൻ കാരണം ഈ തടാകം തന്നെയാണ്. തടാകത്തിന് നടുവിലായി ചതുരാകൃതിയിൽ ഒരു അഗാധ ഗർത്തമുണ്ടെന്നും ഈ ഗർത്തത്തിലൂടെ വെള്ളം പ്രവഹിക്കുന്നു എന്നും പഴമക്കാർ പറഞ്ഞു വരുന്നു. മാടായിപ്പാറയോളം പഴക്കമുണ്ട് വടുകുന്ത തടാകത്തിനും. ഇവിടുത്തെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ജലത്തിന്റെ pH മൂല്യം 7 കണ്ടെത്തിയിരുന്നു. പൗരാണികമായ ഐതിഹ്യവും വടുകുന്ത തടാകത്തെക്കുറിച്ച് നിലനിൽക്കുന്നു. ദാരികാസുര നിഗ്രഹത്തിന് ശേഷം കോപിഷ്ഠിയായ മാടായിക്കാവിലമ്മയുടെ കോപം ശമിപ്പിക്കാൻ പരമശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് വടുകുന്ത തടാകമെന്നും ഈ തടാകത്തിൽ നീരാടിയ ശേഷമാണ് മാടായിക്കാവിലമ്മയുടെ കോപം ശമിച്ചതെന്നും വിശ്വാസമുണ്ട്. ചരിത്രപ്രസിദ്ധമായ മാടായിക്കാവ് പൂരംകുളി നടക്കുന്നതും ഈ തടാകത്തിൽ വെച്ചാണ്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാമന്തളി ഭാഗങ്ങളിൽ ചക്കചീയൽ രോഗം വ്യാപിക്കുന്നു. കനത്ത ചൂടാണ് ചക്കകൾക്ക് വ്യാപകമായ തോതിൽ രോഗം വരാൻ ഇടയാക്കിയതെന്ന് കർഷക വിദഗ്ധർ പറയുന്നു. മലയാളിക്ക് ഏറെ പ്രിയമുള്ള പഴവർഗ്ഗമായ ചക്കയിലും ചീയൽ രോഗം പടരുകയാണ്. രാമന്തളി ഭാഗങ്ങളിലാണ് ചക്കയിൽ പ്രത്യേക രോഗം കണ്ടുവരുന്നത്. ഇതേവരെ കുമിൾനാശിനിയോ കീടനാശിനിയോ തളിക്കേണ്ടി വന്നിട്ടില്ലാത്ത ചക്ക മലയാളികൾ വിശ്വസ്തയോടെ കഴിച്ചുവരുന്ന പഴവർഗ്ഗമാണ്. ചക്കകൾ കൂട്ടമായി നിൽക്കുന്നതിലാണ് കൂടുതലും ചീയൽ കണ്ടെത്തിയിരിക്കുന്നത്. ചക്കയുടെ അഗ്രഭാഗം കറുത്ത നിറത്തിൽ ഉണങ്ങിയാണ് രോഗം ആദ്യമായി കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി പൂവിടുന്ന സമയത്ത് രോഗങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും മൂപ്പത്തിയ ചക്കക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാറില്ല. ചീയൽ അഗ്രഭാഗത്ത് കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രത്യേക രോഗം പിന്നീട് ചക്കയെ പൂർണ്ണമായും കാർന്നു തിന്നുന്നു. ചില ചക്കക്ക് ആദ്യം ദോരം വീണ് കേടുവരികയുമാണ് ചെയ്യുന്നത്. ചക്കയുടെ സീസൺ വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും ഇത്തരത്തിലുള്ള രോഗം കർഷകരെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കടന്നപ്പള്ളി പുത്തൂർകുന്നിൽ തീപിടുത്തം. ഏക്കർ കണക്കിന് പ്രദേശം അഗ്നിക്കിരയായി. കടന്നപ്പള്ളി പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി പുത്തൂർകുന്നിൽ വീണ്ടും തീപിടുത്തം. വെയിലിന്റെ കാഠിന്യം ഏറിയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏക്കർ കണക്കിന് പ്രദേശം അഗ്നിക്കിരയായി. പയ്യന്നൂരിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായാണ് തീയണച്ചത്. പരിയാരം കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴിൽ ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ആരംഭം കുറിച്ച് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുവരവ് നടന്നു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് തങ്കയം മാടത്തിൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട വൈരജാതനീശ്വരന്റെ കോലധാരി കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രച്ചിറയിൽ കുളിച്ചുമാറ്റി പെരുമാൾ സന്നിധിയിലെത്തി തൊഴുതു വണങ്ങി കുറി വാങ്ങി ആചാരക്കുറി വരച്ചു. തുടർന്ന് കച്ചകെട്ടി കച്ചയിൽ വാൾ തിരുകി ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങുകയും ചെയ്തു. സ്വപിതാവായ പരമശിവന്റെ ഭിക്ഷാടന യോഗം പ്രവചിച്ച് ദേവദേവന് പോലും ആരാധ്യനായ പയ്യന്നൂർ പെരുമാളുടെ തിരുനടയിലെ ബലിക്കല്ലിന് സമീപത്തെത്തി കോലധാരി പെരുമാളെ മനസ്സിൽ ധ്യാനിച്ചു നിൽക്കവേ ദർശനമിളകി ചുടലഭാവത്തോടെ തിരിഞ്ഞോടി കിഴക്കേ നടവഴി തൃക്കരിപ്പൂർ വൈരജാത ക്ഷേത്രം ലക്ഷ്യമിട്ടു. ഒപ്പം ക്ഷേത്രേശ്വരന്മാരും വൈരജാത ക്ഷേത്ര പരിസരത്ത് എത്താറായതോടെ മുറുകിയ ചെണ്ടവാദ്യവും മുത്തുക്കുടയും കതിനവെടിയും മുഴങ്ങി. നൂറുകണക്കിന് ഭക്തരെ ഉൾക്കിടലം പൊളിച്ച് രൗദ്രഭാവത്തോടെ ഓടിയണഞ്ഞ് ക്ഷേത്രപ്രദക്ഷിണം വെച്ച് നടയിലും കൊട്ടിലയിലും തൊഴുതുവണങ്ങി പടിപ്പുരയിൽ അണയുന്നതോടെ തൊഴുതുവരവ് ചടങ്ങ് പൂർത്തിയായി. തുടർന്ന് ഉച്ചപൂജയും വൈരജാതനീശ്വരന്റെ കുടിയിലെപിടിയും നടന്നു. മൂവാണ്ടിലൊരിക്കൽ നടക്കുന്ന ചടങ്ങു കാണാൻ കത്തിക്കാളുന്ന ചൂടിനെ വകവെക്കാതെ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു.
കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മെയ് 4 മുതൽ 7 വരെ നടക്കും. മഹോത്സവം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ശ്രദ്ധേയമായി. പാലക്കുന്ന് കുഞ്ഞാൽത്തറമെട്ട ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് നിന്ന് മണക്കാട് കോട്ടൂർപ്പറമ്പത്ത് ശ്രീ മടയിൽ ചാമുണ്ടി ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട ഘോഷയാത്ര കരിവള്ളൂർ ബസാറിൽ സംഗമിച്ച് ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. 5 രാത്രി 9:30 ചലച്ചിത്ര പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേള അരങ്ങേറും. രാത്രി 2 വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും നടക്കും. 6 രാത്രി 10 മണിക്ക് വിവിധ പരിപാടികളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ തിരുമുൽ കാഴ്ചയും 7 തീയതി രാവിലെ 10 മണിക്ക് രക്തചാമുണ്ടി, അംഗക്കുളങ്ങര ഭഗവതി, വേട്ടക്കുരുമകനേശ്വരൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെയുള്ള അന്നദാനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് കൂർബ ഭഗവതി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. പുലർച്ചെ അരങ്ങിലെത്തിയ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. മേലേരിക്കു വിറകുകൂട്ടൽ ചടങ്ങോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. ക്ഷേത്ര പരിസരത്തെ വാലിക്കാരുടെ നേതൃത്വത്തിലാണ് മേലേരി ഒരുക്കിയത്. സന്ധ്യയ്ക്ക് മേലേരിക്ക് അഗ്നി പകർന്നതോടെ വിഷ്ണുമൂർത്തിയുടെ തോറ്റവും അരങ്ങിലെത്തി. തുടർന്ന് പുലർച്ചെ 4 മണിയോടെ തെയ്യത്തിന്റെ അഗ്നിപ്രവേശവും നടന്നു. ബാല്യക്കാർ മേലേരി കയ്യേറ്റതിനു ശേഷമാണ് തെയ്യത്തിന്റെ അഗ്നിപ്രവേശം നടന്നത്. അരയോടെയോടെയും അരയോടെ ഇല്ലാതെയും തെയ്യം നിരവധി തവണ അഗ്നിപ്രവേശം നടത്തി. കളിയാട്ടത്തിന്റെ ഭാഗമായി പുതിയ ഭഗവതി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി, കുണ്ടൂർ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. 3 വർഷത്തിലൊരിക്കലാണ് ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. അടുമ്പരിയാരം ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവാഘോഷ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. മെയ് 3 മുതൽ 5 വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഉത്സവാഘോഷത്തിന് തുടക്കം കുറിച്ച് ഏമ്പേറ്റിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളും മുത്തുകുടകളും അകമ്പടിയായ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കളിയാട്ട ദിവസങ്ങളിൽ ധർമ്മദൈവം, ഭൈരവൻ, ഉച്ചിട്ട, മന്ത്രമൂർത്തി, വിഷ്ണുമൂർത്തി, ഗുളികൻ, ചുഴലി ഭഗവതി, കാവുമ്പായി ഭഗവതി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. സമാപന ദിവസമായ മെയ് 5 അന്നദാനവും നടക്കും. കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഉത്തരേന്ത്യയിലെ പെൺകുട്ടികളുടെ അരക്ഷിതാവസ്ഥ കേരളത്തിലേക്കും വ്യാപിക്കുന്നുവോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. കേരളം എന്ന് പറയുന്നത് ഒട്ടനവധി സാംസ്കാരിക മൂല്യങ്ങൾ ആർജിച്ചിട്ടുള്ള, സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, സംസ്കാരത്തിന് മുൻപന്തിയിൽ നിന്ന് അലങ്കരിക്കുന്ന ഒരു ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
സ്വന്തം ശരീരം തന്നെ ജീവന് ഭീഷണിയായി മാറുന്ന ഒരു ജന്തുജീവിത സംസ്കാരത്തിലേക്ക് കേരളവും കടന്നു ചെല്ലുന്നു എന്നുള്ളത് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരവസ്ഥയായി കേരളത്തിലേക്ക് കടന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് പെരുമ്പാവൂരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള ഒരു അധഃപതനം കാണുകയാണ്. നമ്മുടെ എത്രമാത്രം സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഉയർന്ന മേഖലയിലായാലും ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മനോഭാവം വളർത്തുകയാണ്. സാംസ്കാരികമായ ഒരു ജീർണതയുടെ ഫലമാണ് ഇതിന് ഇന്ന ആൾ ഉത്തരവാദി എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആളുകളും ഭരണാധികാരി വർഗം മുഴുവൻ തന്നെ ഇതിന് ഉത്തരവാദിയായി കാണേണ്ടതാണ്. പരിഷ്കൃത സമൂഹം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ലജ്ജാകരം എന്നല്ലാതെ പറയാൻ നിവൃത്തിയില്ല. പക്ഷേ ആ കൊലപാതകത്തിൽ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസോ ഭരണാധികാരികളോ ആ പ്രശ്നം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഭരണകൂടം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഇതിനു നിൽക്കുന്ന പോലീസുകാരും ഉമ്മൻചാണ്ടിയുടെ സർക്കാരും ഇത്തരം ഭീകരമായ കൊലപാതകത്തെ അനുകൂലിക്കുന്നു എന്നുള്ള അവസ്ഥ. പ്രത്യേകിച്ച് ഒരു ദളിത വിദ്യാർത്ഥിനി ഇങ്ങനെ ക്രൂരമായി കൊല്ലപ്പെട്ടത് പരിഷ്കൃത സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരള സമൂഹത്തിന്, സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് പറയുന്ന കേരള സമൂഹത്തിന്, അങ്ങേയറ്റം രാഷ്ട്രീയമായിട്ട് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന കേരളത്തിന് അപമാനകരമാണ്. ഇത് നിയന്ത്രിക്കാൻ ഭരണകൂടവും പോലീസും തയ്യാറായില്ലെങ്കിൽ കേരളത്തെ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ വളരെ പിന്നിലോട്ടാണെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. കാരണം ഡൽഹിയിൽ നടന്നതിനേക്കാളും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു പീഡനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും അതിനെ സംബന്ധിക്കുന്ന ഒരു മാധ്യമ വാർത്തകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ഒരു തരത്തിലും അതിനെ ടേക്കപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നാണ് ഈ കാര്യങ്ങൾ പത്രത്തിൽ വരുന്നത്. എന്നിട്ട് പോലും കേരളത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടില്ല, അതുപോലെ മറ്റു മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് ഉയർന്ന സാക്ഷരതയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ ഇത്രയും പ്രചാരമുള്ള കേരളത്തിൽ വലിയ തരത്തിൽ ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വളരെ നിർഭാഗ്യവശാൽ വളരെ നേരിയൊരു പ്രതികരണം മാത്രമാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ പരിതാപകരമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു സാമൂഹിക അവസ്ഥയാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ 16-ാം തീയതി നടക്കുന്ന ഇലക്ഷൻ്റെ ഇതൊക്കെ മുങ്ങിപ്പോയത്. ഒരു ഇലക്ഷൻ എങ്ങനെയാണ് മറ്റുള്ള വിഷയങ്ങളെ തമസ്കരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ ഏതോ ഒരു മലയാളത്തിലെ ഒരു ചാനൽ മാത്രമാണ് 2 ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയിട്ടുള്ളത്. മറ്റു ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണം പോലും തൊട്ടതിനും തൊടുന്നതിനും മുഴുവൻ പ്രതികരിക്കുന്ന നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കാൽനടയാതെ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്ന ഈ സമയത്ത് പോലും നമ്മൾ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ട്, അത് ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. അതെല്ലാം മരണശിക്ഷ വിധിക്കേണ്ട ഒരു കേസ് തന്നെയാണ് ഇതൊക്കെ. അത്തരത്തിലുണ്ടായിട്ട് പോലും കേരളം ഞെട്ടിയില്ല എന്ന് മാത്രമല്ല, കേരളം വളരെ അതിനോടൊപ്പം പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കേരളത്തിൽ തന്നെയല്ല ജീവിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു പരിതാപത്തോടു കൂടി മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. കാരണം ഞെട്ടി വിറക്കുന്ന പോലെ ഒരു സംഭവം ഇത് വായിക്കുമ്പോഴും ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുമ്പോഴും നമ്മൾ അയവിറക്കി പോകും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിയെ മോർച്ചറിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇത്തരം കേസുകൾ ഏത് അഭ്യസ്തവിദ്യരായവർക്കും മനസ്സിലാവും. പോലീസ് സർജൻ്റെയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മുന്നിൽ വെച്ചാണ് ഇത്തരം സംഭവങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഒരു PGക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പോലും. എന്തൊരവസ്ഥ! എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇത് ആരാണ് ഇതിൻ്റെ നിയമം? ഇതെവിടെയാണ് പിഴക്കുന്നത്? ഇവിടെയാണ് എന്നെപ്പോലുള്ളവരുടെ ചോദ്യം മുന്നോട്ട് ഉയർന്നു വരുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. ഒരു 4 ചുമരുകൾക്കിടയിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നത്. വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു യുവതിയെ ഇത്രയും ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടും കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഘടനകളോ ഇതുവരെ ഈ 5 ദിവസമായിട്ടും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ഇത്രയും ദാരുണമായൊരു സംഭവം നടന്നതും തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക ഇതിന് ചേർന്നതല്ല. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുടക്കത്തിൽ തന്നെ ആഞ്ഞടിച്ച് വേനൽ മഴ. ചിറ്റാരിക്കാലിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക കൃഷിനാശം. പഴയങ്ങാടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും BJPയും ചേട്ടൻ ബാബയും അനിയൻ ബാബയുമാണെന്ന് സുഭാഷിണി അലി. ഇന്ത്യയെ ഭ്രാന്താലയമാക്കാനാണ് BJPയുടെ ശ്രമമെന്ന് VM സുധീരൻ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്നത് BJPയുടെ വ്യാമോഹമെന്നും മാതമംഗലത്ത് സുധീരൻ. നഗരഹൃദയത്തിലുള്ള സർക്കാർ ഭൂമി മാലിന്യ സംഭരണ കേന്ദ്രമാകുന്നു. പയ്യന്നൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തോട് ചേർന്നാണ് മാലിന്യം തള്ളി ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പാവപ്പെട്ട ഒരു പെൺകുട്ടി പിച്ച് ചീന്തപ്പെട്ടിട്ടും ദിവസങ്ങളോളം ഭരണകൂടം മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേരളത്തിന് അപമാനമാണെന്ന് പ്രമുഖ നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.